ഇവിടെ രണ്ട് എന്താ പറയുക, വാസവദത്തയുടെ മനോഹരമായ പെർഫോമൻസാണ് നമ്മൾ കേട്ടത്. ഒരാൾ പറയുന്നു മണ്ണുമാന്തി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ, അല്ല സർ, ലഹരിക്കടത്തിൽ നിങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് FIR ഉള്ള ആളെ ഇന്ന് സ്ഥാനാർത്ഥിയാക്കിയതിൽ എന്തെങ്കിലും ലജ്ജ നിങ്ങൾക്ക് തോന്നിയോ? സർ, ആന്തൂറിൽ ഒരു വ്യവസായി ആത്മഹത്യ ചെയ്തിരുന്നു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരത്തണോ കണക്കുകളുടെ പട്ടിക? അതല്ല ഉദ്ദേശം. നിങ്ങളോട് ഇരു കൂട്ടരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ഈർവാണ പ്രസംഗങ്ങളൊന്നും നിങ്ങൾക്ക് സ്വയം പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? റിജിൽ മാക്കുറ്റി, കൈകാലുകൾ ബന്ധിച്ച ഒരു പശുവിനെ പട്ടാപ്പകല് നമുക്ക് അറക്കാൻ വലിയ ഗീർവാണ പ്രസംഗത്തിന്റെയും ധൈര്യത്തിന്റെയും ഒന്നും ആവശ്യമില്ല. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും കേട്ടോ. നിങ്ങളിപ്പോ കുറെ കഥകൾ പറഞ്ഞല്ലോ. നിലമ്പൂരിലെ പാർട്ടി ഓഫീസിൽ രാധയെ കൊന്ന് ചാക്കിൽ കെട്ടിയ കഥ നിങ്ങൾക്ക് അറിയുമോ? അത് ആത്മഹത്യയല്ല സർ. നിലമ്പൂരിലെ പാർട്ടി ഓഫീസിൽ ചാക്കിൽ കെട്ടിയ കഥ നിങ്ങൾ ഓർമ്മിക്കുന്നോ? വയനാട്ടിൽ 2 കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർ അവർ ആത്മഹത്യ ചെയ്തപ്പോൾ എഴുതി വെച്ച കുറിപ്പെന്താ നിങ്ങൾക്കറിയോ? പാർട്ടിയുടെ ട്രഷറർ, അയാളുടെ മകൻ വെല്ലുവിളി നേരിടുന്ന, ശാരീരിക വെല്ലുവിളി നേതാ. ഇങ്ങളാണോ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് മാനവികതയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും? എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ? താക്കുന്നത് എങ്ങനെയാ? ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. BJP എത്തി നിൽക്കുന്ന അവസ്ഥയെ കണ്ട് മറ്റുള്ളവർക്ക് അസൂയ. ഉള്ള മനുഷ്യന്മാർ മുഴുവനും ആത്മഹത്യ ചെയ്യാൻ പോവുകയും ചെയ്യുന്നത് കണ്ടിട്ടാണോ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ അസൂയപ്പെടേണ്ടത്? അവിടെ ആയിരുന്നെങ്കിലും ഒന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു എന്നാണോ അസൂയപ്പെടേണ്ടത്? ഇവർക്ക് മനുഷ്യ ജീവിതത്തോട് പുച്ഛാണ്. ഒരു മൃഗത്തിന്റെ ജീവനാണ് ഇവർക്ക് വരുന്നത്. ഒരാൾ ഇവിടെ ഇടയ്ക്ക് കയറി പറയുമ്പോ, സർ, കൈകാലുകൾ കെട്ടിയിട്ട ഒരു മൃഗത്തെ നാട്ടിലെ നിയമം ലംഘിച്ച് ആരെയോ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ മാനവികത ഞങ്ങളെ പഠിപ്പിക്കുക. ഏത് മൃഗം? ഈ നാട്ടിലെ ആളുകൾ ഭക്ഷിക്കുന്ന ഞാൻ പലപ്പോഴും നീ ഒന്നും പണയണ്ട. ഞാൻ നിങ്ങളോട് ഇവിടെ മനുഷ്യ ജീവനാണോ വലുത് അല്ലെങ്കിൽ മൂലിക്കുട്ടിയുടെ ജീവനാണോ വലുത്? അല്ലല്ല, ഒരു മനുഷ്യന്റെ ചോദിക്കുന്നത്. ഞാനും നിങ്ങൾ സംസാരിക്കുമ്പോ ഇതേ നിലപാട് ഞാൻ എടുത്താൽ മാക്കുറ്റി മിണ്ടില്ല, ഒരു കുറ്റിയും മിണ്ടില്ല. നിങ്ങൾ എടുക്കുന്ന ഈ നയം ഞാൻ എടുത്താൽ നീ തന്നെ ഇരുന്ന് തിളപ്പാട്ടി. മാന്യമായി സംസാരിക്കണം, മാഷായാലും ഏതാളായാലും. മാധു, എനിക്കെന്റെ പേരുണ്ട്. അല്ല, മാന്യത ഒന്നും പഠിപ്പിക്കാൻ താൻ ഇങ്ങോട്ട് വരണ്ട. മാന്യത ഒന്നും ഞാൻ അമാന്യമായിട്ട് ഒരു വാക്കും പ്രയോഗിച്ചിട്ടില്ല. പശുവിനെ പശു ഭക്ഷണം കഴിക്കുന്ന പശുവിനെ അറക്കരുത് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? മൂലിക്കുട്ടി അറക്കരുത് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നില്ല. എന്നിട്ട് ഒരു കാര്യം, എനിക്ക് തന്ന അവസരത്തിൽ ആരാണ് കയറി സംസാരിച്ചത്? BJP-ക്കാരനാണോ ബഹളം ഉണ്ടാക്കിയത്? വ്യക്തിപരമായ പരാമർശം നിങ്ങൾ എന്നോട് ചോദിച്ചു എന്റെ അവസരത്തിൽ മാക്കുറ്റി കയറി. ഞാൻ അയാളോട് പറഞ്ഞു, അല്ലല്ല മാധു, എന്റെ അവസരത്തിൽ മാക്കുറ്റി കയറിയപ്പോൾ ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. BJP-ആണോ അലമ്പുണ്ടാക്കിയത്? ഞാനാണോ ബഹളം വെച്ചത്? അദ്ദേഹത്തിന്റെ അവസരത്തിൽ ഞാൻ മിണ്ടിയോ? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ ഞാൻ തുടക്കം മുതൽ മാധുവിന് ഈ ചർച്ചയിൽ ഒറ്റ ചോദ്യമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഈ ആത്മഹത്യയിൽ BJP-ക്ക് എന്താണ് പങ്ക്? അതിന്റെ ഉത്തരം ഞാനും അങ്ങും തമ്മിൽ ഈ പറയുന്ന ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഞാനിപ്പോ ഏറ്റവും അവസാനം അങ്ങയോട് ചോദിച്ച ഡയറക്റ്റായ ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ചർച്ചയുടെ തുടക്കത്തിലേക്ക് അങ്ങ് തെന്നി മാറാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഒരു വിഷയം, ഒരാൾ മരിച്ച വിഷയം അങ്ങേക്ക് നിസ്സാരമാകുന്നത്? എങ്ങനെയാണ് നിസ്സാരമാകുന്നത്? നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും, ഞങ്ങൾക്കത് അങ്ങനെയല്ല. ഇത് നോക്കൂ, അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലാണ് ആ പരാമർശം ഉള്ളത്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച സമയത്ത് അത് എന്തിനെതിരെ? നിങ്ങളുടെ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ട ആളുകളും സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പ്രഖ്യാപിച്ച ആളും അവരൊരു മണ്ണ് മാഫിയ സംഘത്തിന്റെ പ്രതിനിധികളായതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ആരെയോ മത്സരിപ്പിക്കട്ടെ എന്ന് തീരുമാനിച്ച് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. അതിനെ തുടർന്നുണ്ടായ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എന്ന ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചത് മാധ്യമങ്ങളല്ല. ഞാൻ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. മാധു ഇതേ തരത്തിലുള്ള CPM-ന്റെ സ്ഥാനാർത്ഥി വേറെ എന്തോ എന്ന് പറഞ്ഞു. അത് മാതൃഭൂമിയുടെ കണ്ണിൽ വന്നോ ആ പ്രസ്താവന? ഇല്ല, അങ്ങ് പറയൂ. അദ്ദേഹം CPM-ൽ പോയി മത്സരിക്കാൻ വേണ്ടി ശ്രമിച്ചു.
അദ്ദേഹം ഉദ്ധവ് താക്കറെയിൽ ഇവിടെ കോൺഗ്രസിൽ പോയി ചേരാൻ മത്സരിച്ചു. ഞങ്ങൾക്ക് ഇതിലെന്ത് എന്താ പങ്ക്? ഈ രാജ്യത്തുള്ള സ്വതന്ത്രമായി മത്സരിക്കുന്നവരൊക്കെ BJP-യോട് സമ്മതം ചോദിച്ചോ രാഷ്ട്രീയ പാർട്ടിയോട് സമ്മതം ചോദിച്ചോ മത്സരിക്കുന്നവരാണോ? ഇതിൽ സത്യത്തിന്റെ അംശമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോ ശിക്ഷിക്കട്ടെ. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി. എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോകണം. പോടേ പോടേ പോടേ.